everyone. Welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 29th lecture of Management Concepts and Thought. In today's lecture, we are discussing about organizational culture, its definition, characteristics, and impact of organizational culture. Let us discuss the meaning of organizational culture. Organizational culture is a system of shared assumptions, values, and beliefs which governs how people behave in organizations. These shared values have a strong influence on the people in the organization and dictate how they dress, act, and perform their jobs. ഒരു ഓർഗനൈസേഷനിൽ പീപ്പിൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഓരോ ഓർഗനൈസേഷനും ഓരോ കൾച്ചർ ഉണ്ടായിരിക്കും. ആ കൾച്ചറായിരിക്കും ഷെയർഡ് അസംഷൻസ് ആയിട്ട്, വാല്യൂസ് ആയിട്ടും ബിലീഫ്സ് ആയിട്ടും ഒക്കെ ഓരോ പീപ്പിളിലേക്കും കൈമാറി വരുന്നത്. അങ്ങനെ കൈമാറി വന്നിട്ടുള്ള വാല്യൂസിന് ആ പീപ്പിളിൽ നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിക്കും. ആ ഓർഗനൈസേഷനിൽ ആ പീപ്പിൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, എങ്ങനെ ആക്ട് ചെയ്യണം, അവരുടെ ജോലിയിൽ എങ്ങനെ പെർഫോം ചെയ്യണം എന്നൊക്കെ ഓരോ ഓർഗനൈസേഷണൽ കൾച്ചറിലും ഡിഫറെൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഓർഗനൈസേഷണൽ കൾച്ചർ. Then look at the definition of organizational culture. Organizational culture is defined as the underlying beliefs, assumptions, values, and ways of interacting that contribute to the unique social and psychological environment of an organization. ഒരു ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റിൽ എങ്ങനെ പീപ്പിൾ ബിഹേവ് ചെയ്യണം, അവരുടെ അസംഷൻസും ബിലീഫ്സും എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യണമെന്നുള്ളതെല്ലാം യുണീക്കായിട്ടും സോഷ്യലായിട്ടും സൈക്കോളജിക്കലായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഓർഗനൈസേഷണൽ കൾച്ചർ ഡിഫൈൻ ചെയ്യുന്നത്. Then look at the characteristics of organizational culture. First one, individual autonomy. Individual autonomy means the degree of responsibility, freedom, and opportunities of exercising initiatives that the individuals have in the organization. ഇൻഡിവിജ്വൽ ഓട്ടോണമി എന്നാൽ ഒരു ഓർഗനൈസേഷനിൽ ഇൻഡിവിജ്വലിന് എടുക്കാൻ പറ്റുന്ന റെസ്പോൺസിബിലിറ്റീസ്, ഫ്രീഡം, ഓപ്പർച്യൂണിറ്റീസ് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത് എവിടെയൊക്കെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ഇൻഡിവിജ്വലിന് ഒരു ഓർഗനൈസേഷന് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് എത്രത്തോളമാണോ അതിനെയാണ് ഇൻഡിവിജ്വൽ ഓട്ടോണമി എന്ന് പറയുന്നത്. The next one, structure. Structure refers to the degree to which the organization creates clear objectives and performance expectations. It also includes the degree of direct supervision that is used to control employee behavior. ഒരു ഓർഗനൈസേഷൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഓബ്ജക്റ്റീവ്സിനെയും അതുപോലെ പെർഫോമൻസ് എക്സ്പെക്റ്റേഷനെയും ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ അളവിനെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ എംപ്ലോയിയുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡയറക്റ്റ് സൂപ്പർവിഷൻ്റെ അളവിനെയും സ്ട്രക്ചർ എന്നുകൊണ്ട് പറയാം. തേർഡ് വൺ, മാനേജ്മെൻറ്റ് സപ്പോർട്ട്. ദ മാനേജർ ഷുഡ് പ്രൊവൈഡ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, അസിസ്റ്റൻസ്, വാംത്ത് ആൻഡ് സപ്പോർട്ട് ടു ദെയർ സബോർഡിനേറ്റ്സ്. മാനേജർ അവരുടെ സബോർഡിനേറ്റ്സിന് വ്യക്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അസിസ്റ്റൻസും ഊഷ്മളതയും പിന്തുണയൊക്കെ നൽകണം. അതാണ് മാനേജ്മെൻറ്റ് സപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫിക്കേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിഗ്രി ടു വിച്ച് മെമ്പേഴ്സ് ആർ ഐഡൻറ്റിഫൈഡ് വിത്ത് ദ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ rather than their particular work group or field of professional expertise. ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിനെ തിരിച്ചറിയുന്നത് അവരുടെ ഫീൽഡ് ഓഫ് പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് അല്ലാതെ ഓർഗനൈസേഷനിലെ മൊത്തത്തിൽ അവരെങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെ അവരെ ആ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളതാണ് ഐഡൻറ്റിഫിക്കേഷൻ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പെർഫോമൻസ് റിവാർഡ് സിസ്റ്റം. ദ ഡിഗ്രി ടു വിച്ച് റിവാർഡ് സിസ്റ്റം ഇൻ ദ ഓർഗനൈസേഷൻ like increase in salary, promotions, etc. is based on employee performance rather than on seniority, favoritism and so on. ഒരു ഓർഗനൈസേഷൻ്റെ റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത് എംപ്ലോയിയുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിരിക്കും.
അല്ലാതെ അവരുടെ സീനിയോറിറ്റിയോ ഫേവറൈറ്റീസും നോക്കിയിട്ടൊന്നുമല്ല. അവരുടെ സാലറി ഇൻക്രീസും പ്രൊമോഷനും ഒക്കെ എംപ്ലോയിയുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നെക്സ്റ്റ് വൺ, കോൺഫ്ലിക്റ്റ് ടോളറൻസ്. The degree of conflict present in relationships between colleagues and work groups, as well as the degree to which employees are encouraged to air conflict and criticism openly. കോൺഫ്ലിക്റ്റ് ടോളറൻസ് പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ സഹപ്രവർത്തകരും വർക്ക് ഗ്രൂപ്പ്സുകളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അവരുടെ റിലേഷൻഷിപ്പിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റിൻ്റെ അളവ്. അതുപോലെ എംപ്ലോയീസ് തമ്മിലുള്ള ഓപ്പൺ ക്രിറ്റിസിസവും എയർ കോൺഫ്ലിക്റ്റിനെയും എൻകറേജ് ചെയ്യുന്നതിൻ്റെ അളവാണ് കോൺഫ്ലിക്റ്റ് ടോളറൻസിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് റൈസ് ടോളറൻസ്. ദ ഡിഗ്രി ടു വിച്ച് എംപ്ലോയീസ് ആർ എൻകറേജ് ടു ബി ഇന്നവേറ്റീവ്, അഗ്രസീവ് ആൻഡ് റിസ്ക് ടേക്കിംഗ്. ടോളറൻസിനെ കൂട്ടുന്നത് എംപ്ലോയീസിൻ്റെ ഇന്നവേറ്റീവ് ആയിട്ടുള്ളതും അഗ്രസീവ് ആയിട്ടുള്ളതും റിസ്ക് ഏറ്റെടുക്കാനുമായിട്ടുള്ള ആ ഒരു കഴിവിൻ്റെ അളവിനെയാണ് റൈസ് ടോളറൻസിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ്. ദ ഡിഗ്രി ടു വിച്ച് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻസ് ആർ റെസ്ട്രിക്റ്റഡ് ടു ദ ഫോർമൽ ഹയറാർക്കി ഓഫ് അതോറിറ്റി. ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻസിനെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ്? ഫോർമൽ ഹയറാർക്കിയിൽ മാത്രമായിട്ട് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ പാറ്റേണിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഔട്ട്കം ഓറിയൻറ്റേഷൻ. ദ ഡിഗ്രി ടു വിച്ച് മാനേജ്മെൻറ്റ് ഫോക്കസസ് ഓൺ റിസൾട്ട് ഓർ ഔട്ട്കംസ് rather than on the techniques and processes used to achieve these outcomes. മാനേജ്മെൻറ്റ് ഔട്ട്കം അച്ചീവ് ചെയ്യാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ടെക്നിക്സിനെയും പ്രോസസ്സിനെയുമാണ്. അതിനേക്കാളും കൂടുതൽ അതിൻ്റെ റിസൾട്ടിനെയും ഔട്ട്കത്തെയും ഫോക്കസ് ചെയ്യണമെന്നാണ് ഔട്ട്കം ഓറിയൻറ്റേഷനിൽ പറയുന്നത്. ദ ലാസ്റ്റ് വൺ ഈസ് പീപ്പിൾ ഓറിയൻറ്റേഷൻ. ദ ഡിഗ്രി ടു വിച്ച് മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ദ ഇമ്പാക്റ്റ് ഓഫ് ഔട്ട്കംസ് ഓൺ പീപ്പിൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ. മാനേജ്മെൻറ്റ് തീരുമാനങ്ങൾ ഓർഗനൈസേഷനിലെ ആളുകളിൽ എത്രത്തോളം ഔട്ട്കം പ്രൊഡ്യൂസ് ചെയ്യുന്നോ അതിൻ്റെ ഇമ്പാക്റ്റിനെ കണക്കിലെടുത്തായിരിക്കും. These are the characteristics of organizational culture. Then look at the impact of organizational culture. In an organization, organizational culture creates impact on the objective setting, work ethics, motivational pattern and organizational processes. First one is objective setting. Culture molds people and their behavior. People are the basic building blocks of the organization. Therefore, organizational culture creates impact on the objective setting, particularly on those who are engaged in the policy decision making process. ഫസ്റ്റ് ഇമ്പാക്റ്റ് ഓബ്ജക്റ്റീവ് സെറ്റിങ്ങിലാണ്. ഓർഗനൈസേഷൻ്റെ കൾച്ചർ പീപ്പിളിനെയും അവരുടെ ബിഹേവിയറിനെയും രൂപപ്പെടുത്തുന്നു. ഓർഗനൈസേഷനിലെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് തന്നെ പീപ്പിൾസാണ്. അതിനാൽ ഓബ്ജക്റ്റീവ് സെറ്റിങ്ങിൽ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ ഓർഗനൈസേഷൻ കൾച്ചറിന് സാധിക്കും. സെക്കൻഡ് വൺ ഈസ് വർക്ക് എത്തിക്സ്. എത്തിക്സ് റിലേറ്റ് ടു conformity to the principles of human conduct. According to common usage, moral, good, right, honest, etc. are more or less used as synonymous to ethical act. എത്തിക്സ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ കണ്ടക്റ്റിൻ്റെ പ്രിൻസിപ്പിൾസുമായിട്ടാണ്. ഒരു കോമൺ യൂസേജ്, മോറൽ, ഗുഡ്, റൈറ്റ്, ഓണസ്റ്റ് ഇതൊക്കെ എത്തിക്കൽ ആക്ടിൻ്റെ പര്യായമായിട്ട് കൂടുതലോ കുറവോ ഉപയോഗിക്കും. വർക്ക് എത്തിക്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ഇറ്റ്സ് കൾച്ചർ. ദസ് കോർപ്പറേറ്റ് കൾച്ചർ ഡിറ്റർമിൻസ് ദ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ദ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ ആൻഡ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. ഒരു ഓർഗനൈസേഷനിലെ വർക്ക് എത്തിക്സ് ഡിറൈവ് ചെയ്യുന്നത് അതിൻ്റെ കൾച്ചറിൽ നിന്നാണ്. അതുപോലെ ഒരു കോർപ്പറേറ്റ് കൾച്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഓർഗനൈസേഷൻ്റെ എത്തിക്കൽ സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ അവിടുത്തെ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും കോർപ്പറേറ്റ് കൾച്ചർ തീരുമാനിക്കുന്നത്.
Next one is motivational pattern. Organizational culture helps to develop motivation among the people in the organization. Culture determines the way the people approach their jobs and even life in general. If organizational culture is geared towards achievement, people will find it quite motivating and put their 100% energies for the work. In its absence, high achievement oriented people develop frustration and leave the organization. Therefore, organizational culture should be achievement oriented. ഓർഗനൈസേഷണൽ കൾച്ചറിലൂടെ ഓർഗനൈസേഷനിലെ പീപ്പിൾസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. കൾച്ചർ തീരുമാനിക്കുന്നത് പീപ്പിൾ അവരുടെ ജോബിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, അവരുടെ ജനറൽ ലൈഫിനെ അവർ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതാണ് കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത് അവരുടെ അച്ചീവ്മെൻറ്റ്, പീപ്പിൾ അവരുടെ മോട്ടിവേഷനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അവരുടെ 100% എനർജിയും അവരുടെ വർക്കിലേക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നതും ഒക്കെ ഓർഗനൈസേഷണൽ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ കൾച്ചർ ഇല്ല എങ്കിൽ, ഇൻ ഇറ്റ്സ് ആബ്സെൻസ് ആണ് എങ്കിൽ ഹൈ അച്ചീവ്മെൻറ്റ് പീപ്പിൾ ഓറിയൻറ്റഡ് ഉണ്ടാവില്ല. അവരുടെ ഫ്രസ്ട്രേഷൻസ് കൂടും, അവർ ഓർഗനൈസേഷനിൽ തന്നെ പുറത്തു പോകാനും ഒക്കെ അത് കാരണമാകും. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കൾച്ചർ ഉണ്ടായിരിക്കണം. ആ ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത് അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡും ആയിരിക്കണം. ദെൻ ദ ഫോർത്ത് വൺ ഈസ് ഓർഗനൈസേഷണൽ പ്രോസസ്സസ്. Various organizational processes like planning, decision making, controlling, etc. are determined by the organizational culture because these processes are carried out by the people in the organization. ഓർഗനൈസേഷനിലെ പ്രോസസ്സായിട്ടുള്ള പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, കൺട്രോളിംഗ് ഒക്കെ തീരുമാനിക്കുന്നത് ഓർഗനൈസേഷൻ കൾച്ചറിലൂടെയാണ്. കാരണം ഈ പ്രോസസ്സെല്ലാം ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത് ഓർഗനൈസേഷനിലെ പീപ്പിൾസാണ്. അപ്പോൾ അതും ഒരു ഇമ്പാക്റ്റാണ് ഓർഗനൈസേഷണൽ പ്രോസസ്സും ഓർഗനൈസേഷണൽ കൾച്ചറിനെ കൊണ്ടുവരാൻ ഒരു കാരണമാണ്. Okay, it's all for today's session. Thank you for listening.